ഈ ചെങ്കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഈ നാട്ടിനുള്ളിൽ നടന്നു പോകുന്ന എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യനും അഭിമാനത്തോടെ അഹങ്കാരമില്ലാതെ ഇവരോട് ചോദിക്കാനാകും. നിങ്ങളുടെ അന്വേഷണ ഏജൻസികളും മാധ്യമ പിന്തുണയും വേട്ടയാടലുകളും ഇത്രമാത്രം ഉണ്ടായിട്ടും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ വേണ്ട, ഞങ്ങളുടെ ഒരു മന്ത്രിയെ വേണ്ട, ഞങ്ങളുടെ ഒരു MLA വേണ്ട, ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിനെ വേണ്ട, ഒരു അര കമ്മ്യൂണിസ്റ്റിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ഏജൻസികൾക്ക് ഈ നാട്ടിൽ സാധ്യമായിട്ടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യം സഞ്ചരിച്ചു വന്ന വഴിയിൽ ഈ രാജ്യത്ത് സമ്പന്ന പക്ഷപാതിത്വത്തിലൂന്നിയ സാമ്പത്തിക നയം നടപ്പിലാക്കാൻ 1990-കളിൽ ഈ രാജ്യത്തെ മുതലാളിത്തത്തിന്റെ താല്പര്യപ്രകാരം ലോകബാങ്ക് ഉദ്യോഗം രാജിവെച്ചൊരു മനുഷ്യൻ, താടിക്കാരൻ, തലേക്കെട്ടുകാരൻ ഈ നാടിന്റെ പാർലമെന്റിന്റെ പിന്നാമ്പുറത്തുകൂടെ കടന്നു വന്ന് കേട്ടാൽ വളരെ സൗന്ദര്യാത്മകമായ പദത്തിൽ വാചകങ്ങളിൽ ഈ രാജ്യം ഇത് അതിരില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആഗോള ഉദാരവൽക്കരണ നയം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന കാലഘട്ടം മുതൽ ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലം ഈ രാജ്യം സഞ്ചരിച്ചു വന്ന വഴിയിൽ സാമ്പത്തിക അസമത്വം പെരുകുകയും ഈ രാജ്യത്തെ ജനങ്ങളുടെ ആകെ വരുമാനത്തിന്റെ 30% 100 ശതകോടീശ്വര കുടുംബങ്ങളുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടുകയും നമ്മുടെ നാടിന്റെ സമ്പത്താകെ കൈയാളുന്ന വലിയ പണക്കാർ ഈ രാജ്യത്തിന്റെ പൊതുവായ സമ്പദ്ഘടനയ്ക്ക് സമാന്തരമായി ഒരു സ്വകാര്യ സമ്പദ്ഘടന ഇവിടെ പടുത്തുയർത്തുകയും ചെയ്ത വഴിയിൽ അവർക്ക് തടസ്സം നിന്നത്, അവരെ പ്രതിരോധിച്ചത്, അവർക്കെതിരെ ജനങ്ങളെ അണിനിരത്തിയത്, ഈ നാടിനോട് ആ കാര്യം പറഞ്ഞത്, ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നാടിനെ വിൽക്കാൻ കുറിപ്പടി എഴുതുമ്പോ അരുതെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് എന്ന് ഈ നാട്ടിലെ മുതലാളിമാർക്കറിയാം. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, രാഹുൽ ഗാന്ധി ആയാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി, ഇന്ത്യൻ പാർലമെന്റ് ഇടതുപക്ഷമുക്തമാകണം. അതിനെന്താണ് വഴി? അതിനുള്ള വഴി ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ കുറച്ച് വോട്ടും സീറ്റും അധികം കിട്ടാവുന്ന ഒരു നാട് ഈ കേരളമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം സമ്പൂർണമാക്കണം. ആ ഒരു കാഴ്ചപ്പാടിലാണ് പായം തലയണിയും പെട്ടിയും പ്രമാണം തൂക്കിയിട്ട് ഈ മനുഷ്യൻ വയനാട് ചുരം കയറിയത്. ഈ ചെങ്ങായിയുടെ ബുദ്ധിയല്ല, ഈ രാജ്യത്തെ മുതലാളിമാരുടെ ബുദ്ധി. ഇവിടെ വന്ന് പ്രചരണം നടന്നു. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, ഇന്ത്യയായി നിലനിൽക്കാൻ ഇടതുപക്ഷത്തിന്റെ ശക്തി കൂട്ടണം. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ശബ്ദമാകാൻ, ഈ നാടിന്റെ തെരുവിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഫെഡറലിസവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളുടെ കുന്തമുനകളാകാൻ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിക്കണം. അതിനിടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണം, ഇടതുപക്ഷത്തെ ചേർത്തു നിർത്തണം എന്നീ നാട്ടിലെ ജനങ്ങളോട് ഉള്ളുപൊട്ടി പറഞ്ഞു. 5 കൊല്ലം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും. അന്ന് നമ്മുടെ നാട്ടിൽ നടന്ന പ്രചരണം എന്തായിരുന്നു? വയനാട് ചുരമിറങ്ങിയിട്ട് ഒരു അവസാനത്തെ വണ്ടി വരുന്നുണ്ട്, ഇത് അവസാനത്തെ വണ്ടിയാണ്, ഇനിയൊരു വണ്ടിയില്ല, ഇതിന് കൈകാട്ടി കയറണം. നമ്മുടെ നാട്ടിൽ വലതുപക്ഷം മാധ്യമങ്ങൾ, ഈ നാട്ടിലെ വർഗീയ ഫാസിസ്റ്റുകൾ എല്ലാവരും ചേർന്ന് നമ്മുടെ നാട്ടിൽ പ്രചരണം നടത്തി. ചിലരൊന്നുകൂടി കൂട്ടി പറഞ്ഞു, ഇവരുണ്ടല്ലോ ഇടതുപക്ഷം, ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയവരാണ്, നമ്മുടെ പള്ളികളിലേക്ക് പെണ്ണുങ്ങളെ കയറ്റില്ല എന്നുള്ളതിന് ഉറപ്പില്ല, അതുകൊണ്ട് വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അങ്ങനെയെല്ലാം പറഞ്ഞ് ഈ നാട്ടിൽ പ്രചണ്ഡമായ പ്രചരണം നടത്തി. മാധ്യമങ്ങളുടെ പിന്തുണയോടെ, ധനമൂലധനത്തിന്റെ പിന്തുണയോടെ നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ 20-ൽ 19 ഇടതുപക്ഷം തോറ്റു. 20-ൽ 19 ഇടതുപക്ഷം തോറ്റൊരു സന്ദർഭത്തിൽ ഇനി ഇടതുപക്ഷത്തിന് തിരിച്ചു വരവില്ല എന്ന് മനപ്പായസമുണ്ട്. ഈ നാടിന്റെ തെരുവിൽ ഉടുതുണി അഴിച്ച് തുള്ളിച്ചാടിയവരുണ്ട് എന്ന് ഞങ്ങൾക്കറിയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഓരോ മനുഷ്യനും ആ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിലും പ്രിയപ്പെട്ടവരെ ആശങ്കപ്പെടാതെ, അർദ്ധനിമിഷം പോലും ആലോചിച്ചു നിൽക്കാതെ ഈ നാടിനോട് പറഞ്ഞു, തോറ്റത് ഇടതുപക്ഷമല്ല, ഈ നാടായിരിക്കും. എന്തായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചു തീർത്തത്? ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല.
നിങ്ങൾ നോക്കൂ, ഈ അധികാരം നരേന്ദ്രമോദിയുടെ രണ്ടാം ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ ഈ രാജ്യത്തെ ജനങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്? ഈ രാജ്യത്ത് പട്ടിണിയെ കുറിച്ച് അവർ പറഞ്ഞോ? ദാരിദ്ര്യത്തെ കുറിച്ച് മിണ്ടിയോ? നിരക്ഷരതയെ കുറിച്ച്, തൊഴിലില്ലായ്മയെ കുറിച്ച്, വിലക്കയറ്റത്തെ കുറിച്ച്, ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞതായി ഈ നാട്ടിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവർ മറ്റു പലതിനെ കുറിച്ചും പറഞ്ഞു. അവർ മുത്തലാഖിനെ കുറിച്ച് പറഞ്ഞു. അവർ 370-ാം വകുപ്പിനെ കുറിച്ച് പറഞ്ഞു. അവർ ജാതിയെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ഈ നാടിന്റെ ചരിത്രത്തെക്കുറിച്ച്, ഈ നാടിന്റെ സംസ്കാരത്തെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ മിണ്ടിയില്ല. ഇതായിരുന്നു കഴിഞ്ഞ 5 കൊല്ലത്തെ ഇന്ത്യൻ ജനതയുടെ അനുഭവം. എന്തെല്ലാം നമ്മൾ അനുഭവിച്ചു തീർത്തു, എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട് അഭിമുഖീകരിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം തോറ്റതിൽ ആനന്ദ നിർവൃതിയടഞ്ഞ വലതുപക്ഷത്ത് നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരൻ ആലോചിക്കണം. ഇടതുപക്ഷം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകമായ ചേരി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ ആലോചിച്ചു പോയ എത്രയെത്ര സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം ഈ രാജ്യത്ത് ഉടലെടുത്തു. അവിടെ ഉള്ള ശേഷി ഉപയോഗിച്ച് ഇതിനെതിരായി പ്രതിരോധം തീർത്ത പ്രസ്ഥാനമാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് ഈ നാടിന്റെ അനുഭവമല്ലേ? ഒരു ദിവസം നട്ടപ്പാതിരയ്ക്ക് ഈ രാജ്യം ഭരിക്കണവർ പറഞ്ഞു, നാളെ മുതൽ ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല. എന്തിനാണ് ഒരു രാജ്യത്ത് ചിലർക്ക് മാത്രം പ്രത്യേകമായ പദവി? ഈ രാജ്യം ഭരിക്കുന്നവരിങ്ങനെ ചോദിച്ചു. നാട്ടിൽ ചായക്കടകളിൽ, വെയിറ്റിംഗ് ഷെഡിൽ 4 ആൾ കൂടുന്നിടത്ത് നിഷ്പക്ഷരെന്ന് നടിക്കുന്ന ഈ നാട്ടിലെ ബുദ്ധിജീവികൾ എന്നെല്ലാം പറയുന്ന ചിലർ, വലതുപക്ഷത്ത് നിൽക്കുന്നവർ, ഇടതുപക്ഷ വിരുദ്ധർ ഈ നാട്ടിൽ പറഞ്ഞു, ശരിയാണല്ലോ, ഒരു രാജ്യത്ത് എന്തിനാണ് ചിലർക്ക് മാത്രം പ്രത്യേക പദവി? ചോദിച്ചില്ല ഈ നാട്ടിൽ? അപ്പൊ ഇവർ ചോദിച്ചു തെറ്റായ ചോദ്യം. ഒരു രാജ്യത്ത് മാത്രം ചിലർക്ക് മാത്രം എന്തിനാണ് പ്രത്യേക പദവി? പ്രിയപ്പെട്ടവർ, ഈ ചോദ്യം തന്നെ തെറ്റാണ്. തെറ്റായ ചോദ്യത്തിന് ശരിയായ ഉത്തരമില്ല. ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രത്യേകമായ പദവിയുള്ളവർ കാശ്മീരികൾ മാത്രമാണോ? അല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് കാശ്മീരികൾക്ക് പ്രത്യേകമായ പദവി ഉണ്ടായത്? 1947 ഓഗസ്റ്റ് മാസം 15-ന് ആധുനിക ഇന്ത്യ ഉദയം ചെയ്യുമ്പോ ഇന്നു കാണുന്നൊരു ഇന്ത്യയില്ല. ഇന്ന് ഇന്ത്യയോട് ഉൾച്ചേർത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊന്നും വന്ന് ഇന്ത്യയുടെ ഭാഗമല്ല. പിന്നീട് എങ്ങനെയാണ് ഇവരെല്ലാം ഇന്ത്യയുടെ ഭാഗമായത്? അവരെയെല്ലാം ഉൾച്ചേർക്കാവുന്ന അതിവിശാലമായ ഇന്ത്യൻ ഭരണഘടനയുടെ ബലത്തിൽ നാട്ടുമധ്യസ്ഥ പോലെ ഇവരെയെല്ലാം ഈ ഇന്ത്യ രാജ്യത്തേക്ക് ഉൾച്ചേർക്കുമ്പോ ചില ഉടമ്പടികൾ വെച്ചു. ആ ഉടമ്പടികളുടെ ഭാഗമായിട്ടാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. ഇവിടെയുള്ള ഏതൊരാൾക്കും അറിയാം, ജമ്മു കാശ്മീരികൾക്ക് ഇന്ത്യയോട് ചേരുന്നതിനേക്കാൾ എളുപ്പമാണ് എന്തുകൊണ്ടും പാകിസ്ഥാന്റെ ഭാഗമാകാൻ. പക്ഷേ അന്നത്തെ ഇന്ത്യൻ ഭരണ നേതൃത്വം തിരിച്ചറിഞ്ഞു, കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ ഒരു കേന്ദ്രം പാകിസ്ഥാന്റെ ഭാഗമായി മാറിയാൽ, പ്രിയപ്പെട്ടവരെ, ലോക പട്ടാളക്കാരന്റെ, ലോക പോലീസിന്റെ ഭാഗമായി വേഷമിടുന്ന അമേരിക്കക്കാരന്റെ ആയുധ കച്ചവടത്തിന്റെ താവളമായി ഈ കാശ്മീരിനെ മാറ്റുമെന്ന് ഇന്ന് നമുക്കറിയാം. മുലപ്പാലിന്റെ മണം വിട്ടുമാറാത്ത ഗാസയുടെ തെരുവിൽ ഇളം കുട്ടികളുടെ ചുണ്ടിൽ, പ്രിയപ്പെട്ടവരെ, വെടിമരുന്നിന്റെയും പടക്കോപ്പുകളുടെയും മണം പകരുന്ന ഈ നാട്ടിൽ, ആ നാട്ടിൽ ചോരയും പച്ചമാംസവും ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന ഒരു നഗരമായി, ജീവിതാനുഭവമായി, ലോകത്തിന്റെ മുന്നിൽ തീരാവേദനയായി നിൽക്കുന്ന ആ നഗരം പോലെ ഈ രാജ്യമാകരുത് എന്ന അന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടാണ്, പ്രിയപ്പെട്ടവരെ, കാശ്മീർ ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഈ രാജ്യത്തോടെ ചേർപ്പിച്ചത്. അന്ന് അവർക്ക് കൊടുത്ത ചില ഉടമ്പടികളുടെ ഭാഗമായിട്ടാണ് പ്രത്യേക പദവി. അത് കാശ്മീരിന് മാത്രമല്ല, നാഗാലാൻഡിന് പ്രത്യേകമായ പദവിയുണ്ട്. പ്രിയപ്പെട്ടവരെ, മിസോറാമിനുണ്ട്, മണിപ്പൂരിനുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലെ ഗിരിവർഗ മേഖലയ്ക്ക് ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനാപരമായി പ്രത്യേകമായ പദവികളും പ്രിവിലേജും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ഭരിക്കുന്നവർ പറഞ്ഞു, കാശ്മീർ നാളെ മുതൽ സംസ്ഥാനമല്ല. ഈ കൊടിയത്തൂരിലോ നമ്മുടെ നാട്ടിൻപുറത്തോ തെരുവുകളിൽ എവിടെയെങ്കിലുമോ
ഉള്ളുപൊള്ളി ചിന്തിച്ച എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീരിനെ മാത്രം ഈ രാജ്യം ഭരിക്കുന്നവർ ഇങ്ങനെ ഒരു പരീക്ഷണശാലയാക്കിയത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അന്ന് മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമുള്ള ഒരു നാടേ ഉള്ളൂ. ആ നാടാണ് ജമ്മു കാശ്മീർ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നാഗാലാൻഡിനെ കുറിച്ച് മിണ്ടാതിരുന്നവർ, കർണാടകയെ കുറിച്ച് മൗനം പാലിച്ചവർ, മിസോറാമിനെ കുറിച്ച് മണിപ്പൂരിനെ കുറിച്ച് ഒന്നും പറയാതിരുന്നവർ ഈ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ മാത്രം വളരെ പെട്ടെന്ന് ചില നിലപാടുകൾ സ്വീകരിച്ചത് എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞു. അന്ന് എന്തെല്ലാം ഉണ്ടായി? ആരാണ് അതിനോട് പ്രതികരിച്ചത്? അവിടെ നമുക്കറിയാം, ഒരു ആധുനിക സമൂഹത്തിനും അംഗീകരിക്കാനാകാത്ത വിധം അടിയന്തരാവസ്ഥ, അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ കണക്കെ ഒരു സമൂഹത്തെ ആകെ ഒറ്റപ്പെടുത്തിയ ഒരു സന്ദർഭം. കടകമ്പോളങ്ങൾ അടഞ്ഞു, ഉൽപാദനം നിലച്ചു, പള്ളിക്കൂടങ്ങൾ ഇല്ലാതായി, തെരുവുകൾ വിജനമായി, ജനകീയ നേതാക്കൾ വീട്ടുതടങ്കലിലായി, ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ടു. ഒരു സമൂഹം പുറം സമൂഹവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനോ ക്രയവിക്രയം നടത്താനോ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോയൊരു സന്ദർഭം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മളെ എതിർക്കുന്നവർ, ഈ നാടിനെ എതിർക്കുന്നവർ, ഈ നാടിന്റെ ശത്രുക്കളായി മാറിയ രാജ്യം ഭരിക്കുന്നവർ ഈ നാടിനോട് പറഞ്ഞത് എന്തായിരുന്നു? ജമ്മു കാശ്മീരിൽ ആർക്കും പോയി സ്ഥലം വാങ്ങാം. RSS ഇങ്ങനെയാണ്, സംഘപരിവാരം ഇങ്ങനെയാണ്. അവരെന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ചില സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബീഫ് നിരോധനത്തിന്റെ പേരിൽ കന്നുകാലികളെ മാട് കച്ചവടത്തിന് നിരോധനം ഏർപ്പെടുത്താൻ രാജ്യത്തിന്റെ അധികാരം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ച ഒരു സന്ദർഭം ഈ നാടിന് ഓർമ്മയുണ്ടാകും. അന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയായിരുന്നു ചർച്ച? അത് ഹിന്ദുവിന്റെ പ്രശ്നം, മുസ്ലിമിന്റെ പ്രശ്നം. ഗോമാതാവ് ഹിന്ദുവിൻ്റെതാണ്, അമ്മയെ കൊല്ലുന്നവരാണ്, കൊന്നു തിന്നുന്നവരാണ്. നാട്ടിൽ ചർച്ച മുറുകി. പ്രിയപ്പെട്ടവരെ, സംഘപരിവാരം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഒന്ന്, സാമൂഹ്യമായ സ്പർദ്ധയുണ്ടാക്കുക, വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക, ആഹാരത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങളെ കുരുതിക്ക് കൊടുക്കുക. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, മാംസ വിപണി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിപണിയാണ്. ഇന്ത്യക്ക് പുറത്ത് കയറ്റുമതി ചെയ്യുന്നതല്ലാതെ ഈ രാജ്യത്തിനകത്ത് പ്രതിവർഷം 9,000 കോടി രൂപയുടെ മാംസ കച്ചവടം നടക്കുന്ന ആഭ്യന്തര കമ്പോളം ഈ രാജ്യത്തുണ്ട്. ആ മാംസ കമ്പോളത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൻ പുറത്ത് കടകളിൽ ബിരിയാണി ഉണ്ടാക്കാൻ, കല്യാണത്തിന്, അതുപോലെ വിരുന്നുകൾക്ക്, വലിയ ചടങ്ങുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇറച്ചി, മാംസം ഈ നാട്ടിൽ വിതരണം ചെയ്യുന്നത് വലിയ മൂലധന ശക്തികളല്ല, നാട്ടിൻ പുറത്ത് ഇടത്തരക്കാരാണ്, കന്നുകാലി കച്ചവടക്കാരാണ്, ഇറച്ചി വെട്ടുകാരാണ്, ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് അംബാനിക്കും അദാനിക്കും കടന്നു വരാനുള്ള കുറുക്കു വഴിയാണ് നമ്മുടെ നാട്ടിൽ കന്നുകാലി കച്ചവടത്തിന്റെ നിരോധനത്തിലൂടെ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ഈ വർഗീയ ഭരണകൂടം ഈ രാജ്യത്ത് തയ്യാറായത് എന്ന് അന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞവരാണ് ഇന്ത്യൻ ഇടതുപക്ഷം. ഇതാണ് കാശ്മീരിൽ നടത്തിയത്. കാശ്മീരികൾക്ക് എല്ലാവർക്കും ഈ രാജ്യത്ത് ആർക്കും അവിടെ പോയി സ്ഥലം വാങ്ങാമെന്നാണ്. പ്രിയപ്പെട്ടവരെ, കൊടിയത്തൂരങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും അവിടെ സ്ഥലം വാങ്ങാൻ പോയോ? നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് ഈ നാട്ടിൽ അടിവരയിട്ടതുപോലെ ജമ്മു കാശ്മീരികളല്ലാതെ ഈ കാശ്മീർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് അവിടെ ആദ്യം സ്ഥലം വാങ്ങിയത് പ്രിയപ്പെട്ടവരെ അദാനി കുടുംബമാണ്. ഇതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ അന്ന് പറഞ്ഞു, ഇത് കാശ്മീരിൽ നിൽക്കാൻ പോകുന്നില്ല, ഇത് ഇന്ത്യയാകെ പടരും. ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ മരണമണിയാണ് ഈ കാശ്മീരിന്റെ തെരുവിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. ഈ നാട്ടിൽ ഇതുപോലെ 10-500 ആളെ വിളിച്ചുകൂട്ടി ഈ നാടിന്റെ തെരുവിൽ പറഞ്ഞ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അവിടേക്ക് 2 രാഷ്ട്രീയ നേതാക്കൾ പോയി. ഒരാളുടെ പേര് സീതാറാം യെച്ചൂരി, രണ്ടാമത്തെ ആളുടെ പേര് രാഹുൽ ഗാന്ധി. പട്ടാളം തടഞ്ഞു, അവര് തിരിച്ചു പോന്നു. വയനാട് പ്രധാനമന്ത്രി എവിടേക്കാ പോയതെന്ന് ഈ നാട്ടിൽ ആർക്കും അറിയില്ല. സീതാറാം യെച്ചൂരി തിരിച്ചു പോന്നു, നിയമത്തിന്റെ വഴി തേടി വിധി സമ്പാദിച്ചു, വീണ്ടും കാശ്മീരിൽ പോയി ഒരു മനുഷ്യനെ മോചിപ്പിച്ചു, ഡൽഹിയിൽ കൊണ്ടുവന്നു, പത്രക്കാരെ മുന്നിൽ നിർത്തി. ഇതാ ഈ ആധുനിക ലോകത്ത് അധികാരത്തിന്റെ ദ്രഷ്ടമുണ്ട് വേട്ടയാടപ്പെട്ട് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു നാടുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യൻ ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് എത്രയുണ്ടെന്ന് ഈ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ എണ്ണിത്തിട്ടപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തളക്കാൻ ഈ നാട്ടിൽ കടന്നു വന്ന ലീഗും കോൺഗ്രസും വലതുപക്ഷവും തിരിച്ചറിയണം. ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നവർ തിരിച്ചറിയണം. ഇന്ത്യയിൽ പ്രിയപ്പെട്ടവരെ, കാശ്മീരിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കിടയിൽ ഒരു മനുഷ്യനെ മോചിപ്പിച്ച് പത്രക്കാരുടെ മുന്നിൽ കൊണ്ടുവന്ന് ഈ നാടിന്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ജമ്മു കാശ്മീരിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ചു വിജയിച്ച ഒരേ ഒരു MLA സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി. ഇതാണ് CPIM, ഇതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം. ഇവിടുന്ന് ഫാസിസത്തിനെതിരെ യുദ്ധം നയിക്കാൻ പോയ ഏതെങ്കിലും സുജായികളെ ഈ നാട് കണ്ടോ? എവിടെയും നമ്മൾ കണ്ടില്ല. അവിടെ നിന്നില്ല ഈ നാട്. പിന്നീട് നമ്മൾ ആസാമിൽ ഒരു പൗരത്വ പട്ടിക കേട്ടു. 50,000 സർക്കാർ ജീവനക്കാരുടെ സേവനവും കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് ആസാമിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ആരൊക്കെയാണ് ഇന്ത്യക്കാരെന്ന് ഞങ്ങൾ തിട്ടപ്പെടുത്തും എന്ന് ഈ നാട്ടിൽ പ്രഖ്യാപനം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുടെ കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ അടിരേഖകൾക്ക് വേണ്ടി ആഫീസുകളിൽ കണ്ണീരോടെ കടന്നു വന്ന കഥനകഥകൾ ഈ നാട് വായിച്ചെടുത്തു. ഈ രാജ്യത്തിന്റെ അതിർത്തികൾ, ഈ നാടിന്റെ മാനം കാക്കാൻ പൊരുതി വീണ ധീര ജവാന്റെ കുടുംബാംഗങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ ഈ നാടിന്റെ തെരുവിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നടന്നു നീങ്ങുന്ന ദയനീയ കാഴ്ച കണ്ട് ഈ രാജ്യം പ്രിയപ്പെട്ടവരെ അമ്പരന്ന് നിന്നു. അന്നും ഈ നാട്ടിൽ നമ്മൾ പറഞ്ഞു, ഇതിവിടെയും നിൽക്കാൻ പോകുന്നില്ല, ഈ രാജ്യമാകെ പടരും, ഈ രാജ്യമില്ലാതാകും. പിന്നീട് നമ്മൾ എന്താണ് കേട്ടത്? 22 കാരറ്റ് ഇന്ത്യക്കാരെ തീരുമാനിക്കാൻ മതം അടിസ്ഥാനമാക്കി പൗരത്വ നിയമം ഞങ്ങൾ ഇതാ ഭേദഗതി ചെയ്യുന്നുവെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രിയപ്പെട്ടവരെ തെരുവു ചട്ടമ്പികളെ പോലെ ഈ രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിച്ചൊരു നിമിഷം ഈ നാടിന് മറക്കാനാകുമോ? എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം? പൂർവ്വ പിതാമഹന്മാരായി പരമ്പരകളായി ഈ രാജ്യത്ത് ജനിച്ചു ജീവിച്ചു പോകുന്ന ഒരു ജനതതി മുഴുവൻ തീ തിന്നു ജീവിച്ചൊരു കാലം. ഇങ്ങനൊരു പ്രഖ്യാപനം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർന്നു വന്നപ്പോ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ മഹത്തായ രാജ്യത്ത് ഇങ്ങേ തലക്കിൽ നിന്ന് തെക്കേ അറ്റത്ത് നിന്ന് അനന്തപുരിയുടെ തെരുവോരങ്ങളിൽ നിന്ന് ഒരു പ്രഖ്യാപനം, പ്രിയപ്പെട്ടവരെ, ആധുനിക ഇന്ത്യക്ക് കരുത്തു പകരുന്ന, മതനിരപേക്ഷ ഇന്ത്യക്ക് ഊക്കുമുശിരും പകരുന്ന ഒരു പ്രഖ്യാപനം ഈ നാട് കേട്ടു. എന്തായിരുന്നു ആ പ്രഖ്യാപനം? നിങ്ങളുടെ പാർലമെന്റ് പാസാക്കിയാലും ഇല്ലെങ്കിലും അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നായിരുന്നു. ഈ നാട് മറന്നു പോകരുത്. ഇതോർമ്മപ്പെടുത്താതെ ഈ നാടിന് മുന്നോട്ട് പോകാനാകുമോ? ആ ഒരു കാലം നിങ്ങൾ നോക്കൂ. നിയമസഭ പ്രത്യേകം ചേർന്നു, ഏകകണ്ഠമായൊരു പ്രമേയം പാസാക്കി, BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് അയച്ചു കൊടുത്തു. ഈ നാടിനോട് കേരളം പറഞ്ഞു, ഞങ്ങളിതാ ഭരണഘടനയുടെ, മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ പാതയിൽ ഈ മലയാളി സമൂഹത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളോടൊപ്പം ചേരേണ്ടവർക്ക് ചേരാം. തിരുവനന്തപുരത്ത് സമരപ്പന്തൽ കെട്ടി, മുല്ലപ്പള്ളിനെ വിളിച്ചു, ചെന്നിത്തലയെ വിളിച്ചു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചു, ഒരുമിച്ചിരുത്തി. ഈ ഇന്ത്യയിലെ മറ്റു ജനങ്ങളോട് ഈ കേരളം പറഞ്ഞു, ഞങ്ങൾ മലയാളികൾ വേറെ ലെവലാണ്, ഈ രാജ്യം അപകടപ്പെടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ത്യക്ക് കാവലായി നിൽക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹമാണ്. ഈ നാടിനൊരു സന്ദേശം നൽകി. അവിടെ നിന്നില്ല. 14 ജില്ലാ കേന്ദ്രങ്ങളിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000 ആളെ വിളിച്ചുകൂട്ടി. വർഗീയവാദികളെ, മതതീവ്രവാദികളെ വകഞ്ഞു മാറ്റി, വിശ്വാസികളെ, ജനാധിപത്യവാദികളെ, മതനിരപേക്ഷവാദികളെ ഒന്നിച്ചു ചേർത്ത്, പ്രിയപ്പെട്ടവരെ, സുന്നി എന്നും മുജാഹിദ് എന്നും സുറിയാനി എന്നും വ്യത്യാസമില്ലാതെ, AP എന്നും EK എന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ വിളിച്ചു വരുത്തി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയ ഒരു പ്രഖ്യാപനം ഈ നാടിന് മറന്നു പോകാനാകുമോ? ഈ നാടിന്റെ തെരുവിൽ സഖാവ് പിണറായി പറഞ്ഞു, ഈ ജനം സാക്ഷി, ഈ നാടു സാക്ഷി, ഇതു കേരളമാണ്, ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലില്ല, ഇവിടെ തടങ്കൽ പാളയത്തിന്റെ ഒരു കല്ലില്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ നാടിന്റെ പേര് ഈ ജനാധിപത്യ കേരളം. ആർക്കാണ് തർക്കം? ആർക്കാണ് ഇതിൽ സംശയമുള്ളത്? അവിടെ നിന്നോ? സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഭരണാധികാരികൾ പാസാക്കിയ ഒരു നിയമത്തിനെതിരായി
സുപ്രീം കോടതിയിൽ റിട്ട് നൽകി ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ഈ കേരളം പറഞ്ഞു, ഈ ഇന്ത്യ രാജ്യത്തെ തകർക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന കേന്ദ്ര ഭരണാധികാരികളുടെ തീരുമാനത്തിനെതിരായ ഒരു നിലപാട് ഞങ്ങൾ ഈ കേരളം ഇവിടെ എടുക്കുകയാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയെ നിലനിർത്താൻ, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയാകെ ഇടപെടണം എന്ന് ഈ നാടിന്റെ സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടു. ആർക്കെങ്കിലും മറക്കാനാകുമോ അന്നത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം? 16 ഖണ്ഡിക വായിക്കില്ല എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച ഗവർണറെ കൊണ്ട് ആ 16 ഖണ്ഡിക അമർത്തി അക്ഷരസ്ഫുടതയോടെ വായിപ്പിച്ച നാടിന്റെ പേരാണ് ഈ കേരളം എന്ന കാര്യത്തിൽ ഈ നാട്ടിൽ ആർക്കാണ് തർക്കം? അങ്ങനെ എത്ര നിലപാടുകൾ ഈ നാടിനെ ചേർത്ത് പിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷം. നിങ്ങൾ നോക്കുക, ഇന്ത്യ രാജ്യം ഇങ്ങനെ എത്ര അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ 5 കൊല്ലക്കാലം, അതിനുമുമ്പുള്ള 5 കൊല്ലം ഈ രാജ്യത്തിന്റെ അനുഭവങ്ങൾ എന്തായിരുന്നു? നമ്മുടെ ലോകത്ത് എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ലോക മനുഷ്യൻ ജീവിച്ചു പോയത്. ഈ നാട്ടിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോ ഇതിനാര് മറുപടി പറയും? ഇതാണ് നമ്മുടെ ചോദ്യം. എവിടെയാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ അവസ്ഥ ഇന്ന് എന്താണ്? അതിന് മറുപടി പറയാതെ ഈ രാജ്യം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക? ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തലാണ് തെരഞ്ഞെടുപ്പെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും. ഈ ചോദ്യങ്ങൾ നമുക്ക് നാടിനോട് ചോദിക്കണം. ഇന്ത്യ പട്ടിണിക്കാരുടെ നാടാണ്, അക്ഷരമെഴുതാൻ അറിയാത്തവരുടെ നാടാണ്. സ്വിച്ചിട്ടാൽ വിളക്ക് കത്തുന്ന സാധനത്തിന്റെ പേരാണ് കറണ്ട് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാൻ അവസരം ലഭിക്കാതെ മരിച്ചു മണ്ണടിയുന്ന മനുഷ്യർ അനേകായിരങ്ങൾ ജീവിച്ചു പോകുന്ന നാടാണ് ഈ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയി രാജ്യം ഭരിച്ച ഭരണാധികാരികളുടെ നയങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിൽ നമ്മളല്ലാതെ ആര് പറയും? ഇടതുപക്ഷമല്ലാതെ ആരാണ് പറയുക? എണ്ണി നമുക്ക് പറയാനാകും. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ തെരുവുകളിൽ ആഹാരം കിട്ടാതെ വിശന്നു വയറൊട്ടി ചത്തുമലച്ച എത്രയോ അനുഭവങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ വായിച്ചവരും അനുഭവിച്ചവരുമാണ് ലോകത്തെ മനുഷ്യൻ. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ നാട് ചിന്തിക്കൂ. ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു നാട് ഈ ലോകത്തുള്ളൂ. ആ നാടാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് ലോകത്തിന്റെ മുന്നിൽ അപമാനം കൊണ്ട് ഇന്ത്യക്കാരൻ തലതാഴ്ത്തി നിന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ. ആർക്കാണ് നിഷേധിക്കാനാവുക? ദളിതൻ ദാഹിച്ചാൽ വെള്ളമെടുത്തു കുടിക്കുമ്പോ ദളിത കുട്ടികൾ ആക്രമിക്കുന്ന അധ്യാപകരുള്ള നാട്, തൊലി കറുത്തവന്റെ തലയിൽ മൂത്രമൊഴിക്കുന്ന സവർണന് പട്ടും പരവതാനിയും വിരിക്കുന്ന നാട്. പ്രിയപ്പെട്ടവരെ, ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അമ്പലത്തിനകത്ത് ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളുമ്പോ കൊലയാളികൾക്ക് വേണ്ടി പ്രകടനം നടത്തുന്ന മന്ത്രിമാരുടെ നാട്. ഇങ്ങനെ ഒരു നാട് ഈ ഇന്ത്യയല്ലാതെ ഈ ലോകത്ത് മറ്റൊരു നാടുണ്ടോ? ഈ ചോദ്യം നമുക്ക് ചോദിക്കാനാകണ്ടേ? വീട്ടിൽ അരക്കിലോ ഇറച്ചിണ്ട് എന്ന് പറഞ്ഞ ആളെ വിളിച്ചുകൂട്ടി ഒരു പച്ചയായ മനുഷ്യന് വീടിനകത്ത് തല്ലിക്കൊന്നൊരു സന്ദർഭം ഈ നാടിന് മറക്കാനാകുമോ? കന്നുകാലി കച്ചവടത്തിന് പോയ 36 വയസ്സുള്ള ന്യൂ അമാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ നാടിന്റെ തെരുവിൽ, പ്രിയപ്പെട്ടവരെ, കെട്ടിത്തൂക്കിയത് ഈ നാടിന് മറക്കാനാകുമോ? തങ്ങളെ എതിർക്കുന്നവരെ മുഴുവൻ ഞങ്ങൾ കൊന്നു തള്ളുമെന്ന് ഈ രാജ്യത്ത് ഫാസിസ്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോ ഈ നാടിന്റെ തെരുവിൽ എവിടെയാണ് ജനാധിപത്യമെന്ന് തൊണ്ടപൊട്ടി ചോദിക്കാൻ ഇടതുപക്ഷമല്ലാതെ ആരെയെങ്കിലും ഈ രാജ്യത്തിന്റെ തെരുവിൽ നമ്മൾ കണ്ടോ? ഞങ്ങളെ എതിർക്കരുതെന്ന്, ഞങ്ങളെ എതിർക്കുന്നവരെ കൊന്നു തള്ളുമെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിച്ചു. നരേന്ദ്ര ദബോൽക്കറെ കൊന്നു, ഗോവിന്ദ് പൻസാരയെ കൊന്നു, കൽബുർഗിയെ കൊന്നു, മുഹമ്മദ് അഖ്ലഖിനെ കൊന്നു, ന്യൂ അമാനെ കൊന്നു, രോഹിത് വെമുലയെ കൊന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാടിന് ചിരപരിചയമല്ലാതിരുന്ന എത്ര പേരുകൾ ഈ നാട്ടിൽ ചർച്ച ചെയ്തു. ആരെങ്കിലും ഈ നാടിന്റെ തെരുവിൽ ഇതാ ഈ നാട് അപകടത്തിലാണെന്ന് പറയാൻ വലതുപക്ഷത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ഈ നാടിന്റെ തെരുവിൽ നമ്മൾ കണ്ടോ? എവിടെയും നമ്മൾ കണ്ടില്ല. ഡൽഹിയുടെ തെരുവുകളിൽ ഫുൾടോസറുമായി സാധാരണക്കാരന്റെ ചേരികൾ ഇടിച്ചു നിരത്താൻ വന്നപ്പോ എത്രയോ കാലമായി നമ്മൾ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഈ നാട്ടിൻ പുറത്ത് വലതുപക്ഷത്ത് നിന്ന് കുരയ്ക്കുന്നവരുടെ എത്ര ചോദ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ ചെങ്കൊടി കാണാൻ കേരളം കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം എന്ന് നമ്മളെ കളിയാക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
പ്രിയപ്പെട്ടവരെ, ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഡൽഹിയിൽ ചേരികളിൽ കഴിയുന്ന സാധാരണ മനുഷ്യന്റെ ചാള പൊളിക്കാൻ ബുൾഡോസറുമായി കടന്നു വരുമ്പോ ആ ബുൾഡോസറിന്റെ മുന്നിൽ ഇതാ ഇങ്ങനെ കൈ ഇങ്ങനെ വിടർത്തിപ്പിടിച്ച് വിരിമാറ് കാട്ടി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ ഈ രാജ്യത്ത് കണ്ടിട്ടുള്ളൂ. വേറെ ആരെങ്കിലും നമ്മൾ കണ്ടോ? നമ്മൾ കണ്ടില്ല. എത്ര അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. മുസാഫർ നഗർ ഈ നാടിന് മറക്കാനാകുമോ? രണ്ടു കുട്ടികൾ പന്ത് കളിക്കുമ്പോൾ ഉണ്ടായ ഒരു തർക്കം ഒരു വർഗീയതകളിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോയപ്പോ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് കിട്ടിയ ജീവനും കൊണ്ട് പെറ്റുവീണ മണ്ണിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യന്മാരെ അവരുടെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു പ്രസ്ഥാനമുണ്ട്. ഈ കൊടിയത്തൂരിലും മുക്കത്തും അരീക്കോടും മഞ്ചേരിയിലും നാടിന്റെ തെരുവുകളിൽ വീട്ടകങ്ങളിൽ ചുവന്ന ബക്കറ്റുമായി നാട്ടിലാളുകളെ ചില്ലറ തൊട്ടുവാങ്ങി മുസാഫർ നഗറിലേക്ക് കൊടുത്ത് ഏകതാ നഗർ എന്ന് ബോർഡ് വെച്ച് ഹിന്ദുവിനും മുസ്ലിമിനും ഒരുമിച്ച് അന്തി ഉറങ്ങാൻ ഇടമുണ്ടാക്കി കൊടുത്തൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിനൊരു കൊടിയുണ്ട്, ആ കൊടിക്കൊരു നിറമുണ്ട്. ആ നിറം ചോര ചുവപ്പാണെന്ന് ഈ നാടിനറിയും. നിങ്ങൾ എവിടെയായിരുന്നു? ആരെങ്കിലും നമ്മൾ കണ്ടോ? മുഹമ്മദ് അഖിലക്ക് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ പട്ടാളക്കാരന്റെ പിതാവ് വീടിനകത്ത് അരക്കിലോ ഇറച്ചി സൂക്ഷിച്ചു എന്ന് നുണ പറഞ്ഞത് ബീഫാണെന്ന് പറഞ്ഞ് ആളെ വിളിച്ചു കുട്ടി ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയപ്പോ ആ മുഹമ്മദ് അഖിലക്കിന്റെ വീട്ടിൽ വിധവയായ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ വിധവയായ ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ, അവരുടെ മുതുകത്തൊന്ന് തലോടാൻ, അവരെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ സോണിയാഗാന്ധിയെ കണ്ടില്ല, രാഹുൽ ഗാന്ധിയെ കണ്ടില്ല, മുസ്ലിം ലീഗിന്റെ ഒരു സുജായിമാരെയും ഈ നാട് കണ്ടില്ല. അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവരുടെ മുതുകത്തൊന്ന് തലോടി കരയരുതെന്ന് പറയാൻ കരയുന്ന കണ്ണല്ല, കത്തിജ്വലിക്കുന്ന കണ്ണാണ് ഈ തെമ്മാടികൾക്ക് പൊരുതാൻ ആവശ്യം. ഇവിടെ നിങ്ങളും ഞങ്ങളുമില്ല, നമ്മൾ ഒരുമിച്ച് പൊരുതുമെന്ന് ഈ നാട്ടിൽ പ്രിയപ്പെട്ട ഒരു വിധവയായ ആ വീട്ടമ്മയ്ക്ക് കരുത്ത് നൽകിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ സ്ത്രീ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് ബൃന്ദ കാരാട്ടായിരുന്നു. ഇതാണ് നാടിന്റെ അനുഭവം. ഇവരെ ആരെയും ഈ നാട് കണ്ടിട്ടില്ല. എന്നിട്ട് ഈ നാടിനെ തകർക്കാൻ, ഈ രാജ്യത്തെ തകർക്കാൻ, ഈ രാജ്യത്തെ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് കൂട്ടുപിടിക്കുന്നവരായി നമ്മുടെ രാജ്യത്തെ വലതുപക്ഷം മാറുന്നു. കൃഷിക്കാരൻ സമരത്തിലാണ്. ഈ രാജ്യത്തെ ജനങ്ങളാകെ വലിയ രൂപത്തിൽ ആശങ്കയിലാണ്. നമ്മുടെ നാടിന്റെ സർവ്വതും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്റെ ചരിത്രത്തെ, പാരമ്പര്യത്തെ, വിദ്യാഭ്യാസത്തെ എല്ലാ മേഖലയിലും കാവി പരത്താനുള്ള പരിശ്രമം നടക്കുകയാണ്. ഇവിടെ കുട്ടികൾ എന്തു പഠിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പറയുമ്പോ ഒരു നിലപാടും എടുക്കാൻ ഈ രാജ്യത്ത് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനാവതില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അവർ പറയുന്നു ഗാന്ധിജിയെ കുറിച്ച് പഠിക്കരുത്, പറയരുത്. ഗോഡ്സെയുടെ പടം വെക്കും, അമ്പലമുണ്ടാക്കും, നിങ്ങൾ ആരാധിച്ചാൽ മതി. ഈ നാടിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കരുത്. അക്ബറിനെയും ഹുമയൂണിനെയും ഷാജഹാനെയും മുഗള ചക്രവർത്തിമാരെയും ഈ നാടിന്റെ ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ നിഷ്കാസനം ചെയ്യും. നിങ്ങൾ ഈ നാട്ടിൽ പരിണാമ സിദ്ധാന്തം പഠിക്കരുത്, ശാസ്ത്രം പഠിക്കരുത്. ശാസ്ത്ര കോൺഗ്രസ് ഇതാ ഞങ്ങൾ നിർത്തൽ ചെയ്യുന്നു. ഈ നാട്ടിലെ ആളുകൾ അന്ധവിശ്വാസികളായി അനാചാരങ്ങളിൽ ആണ്ടുമുങ്ങി ഈ നാടിനെ വീണ്ടും വീണ്ടും പുറകിലേക്ക് നയിക്കാൻ അധികാരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കുമ്പോ പ്രിയപ്പെട്ടവർ, ഇത് ആധുനിക ഇന്ത്യയാണ്, ഇത് ജനാധിപത്യ ഇന്ത്യയാണ്, മതനിരപേക്ഷ ഇന്ത്യയാണ് എന്ന് പറയാൻ ഇവിടെ ആളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ഞങ്ങൾ ഇന്ത്യ ഭരിക്കാൻ പോണില്ല എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയും. പക്ഷെ ഇന്ത്യ അപകടപ്പെടുമ്പോ ഇത് അപകടമാണ് എന്ന് പറയാൻ, അതിനെ തിരുത്താൻ, പാർലമെന്റിനകത്താണെങ്കിൽ അകത്ത് പുറത്ത് ഇതുപോലെ 10,000-കണക്കിന് ആളെ കൂട്ടാൻ, ഭരണാധികാരത്തെ തിരുത്താൻ പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റേത് പ്രസ്ഥാനത്തിന് കഴിയും? വടക്കേ ഇന്ത്യയിൽ പ്രിയപ്പെട്ടവരെ ജാതിയാണ് കേമമെന്ന് അഭിരമിച്ചു പോയൊരു മനുഷ്യ സമൂഹത്തെ വർഗപരമായി തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ പഠിപ്പിച്ച് ഈ പുതിയ കാലത്ത് നമ്മൾ കണ്ട എത്ര സമരമുഖങ്ങൾ, 365 ദിവസത്തിലധികം നീണ്ടുന്ന കർഷക സമരം ഒരു വിജയത്തിലേക്ക് എത്തുമ്പോ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കുൾപ്പെടെ പറയേണ്ടി വന്നു, ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ടായ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, മുംബൈയിൽ നിന്ന് ലോങ് മാർച്ച് ആരംഭിക്കുമ്പോ
തലയിൽ ചപ്പാത്തിയും അതുപോലെ ഭക്ഷണ സാമഗ്രികളും തോളിൽ ചെങ്കൊടിയുമേന്തി കാലിന്റെ വിരളറ്റു തൂങ്ങി അടിപാദം മുഴുവൻ പ്രിയപ്പെട്ടവരെ വിണ്ടുപൊട്ടി ചോര ഇങ്ങനെ ഇറ്റു വീഴുമ്പോഴും തലകറങ്ങി വീഴാതെ മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ കർഷകന്, മണ്ണിൽ പണിയെടുക്കുന്നവന്, കൃഷിയാളന് കരുത്തു നൽകിയത് ഈ രാഷ്ട്രീയത്തിന്റെ ചോര ചുവപ്പായിരുന്നുവെന്ന് നമ്മളെ എതിർക്കുന്ന മാധ്യമങ്ങൾക്കുൾപ്പെടെ ഈ നാട്ടിൽ പറയേണ്ടി വന്നു. ഇതാണ് ഈ രാജ്യത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയമെന്ന് ഈ നാടിനെ നമുക്ക് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്താതെ ഈ നാടിന് മുന്നോട്ട് പോകാനാവില്ല. പിന്നീട് എന്തെല്ലാം നമ്മൾ കണ്ടു? ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്താകെ കൊള്ളയടിച്ചു, എല്ലാം വിറ്റുതുലച്ചു. ഈ രാജ്യത്ത്, ലോകത്ത് സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത രാജ്യമേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ത്യ എന്നാണ്. ഈ നാട്ടിൽ ആരെങ്കിലും പ്രതികരിച്ചോ? കോൺഗ്രസിനെ കണ്ടോ? ഇവിടെ ഈ ആളുകൾ ആരെങ്കിലും, നമ്മൾ വർഗീയ പ്രസ്ഥാനങ്ങൾ, വലതുപക്ഷം ആരെങ്കിലും ഈ നാട്ടിൽ ഇത് ചോദ്യം ചെയ്യാൻ നമ്മൾ കണ്ടോ? കണ്ടില്ല എന്ന് നമ്മൾ കാണണം. നമ്മുടെ നാടിന്റെ ഫെഡറലിസം തകരുന്നു, ജനാധിപത്യം തകർക്കുന്നു, നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നു. നിങ്ങൾ നോക്കൂ, 2 സംഭവങ്ങൾ ഇവർ കൊട്ടിഘോഷിച്ച് ഈ അടുത്ത കാലത്ത് ഈ രാജ്യത്ത് നടന്നു. ഒന്ന് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം, മറ്റൊന്ന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. എന്താണ് ഈ രണ്ടിലും സംഭവിച്ചത്? ഈ 2 സംഭവങ്ങളും ഈ ഇന്ത്യ രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ഈ നാടിനെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനത്തിന് രാഷ്ട്രപതിക്ക് ക്ഷണമില്ല. ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വന്നപ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചൊരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? ഇതാ ഇന്ത്യയിൽ ദളിത് പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന വിധവയായ ഒരു സ്ത്രീ ഇന്ത്യയുടെ പ്രഥമ വനിതയായി കടന്നു വരുന്നു. ഇത് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ വിജയമാണ് എന്ന് ഈ നാട്ടിൽ ഘോഷിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്കും രാമക്ഷേത്ര ഉദ്ഘാടനത്തിനും ക്ഷണിക്കപ്പെടാത്തവളായി ഇന്ത്യയുടെ പ്രഥമ വനിത എങ്ങനെ മാറി എന്ന ചോദ്യത്തിന്റെ ഉത്തരം പ്രിയപ്പെട്ടവരെ മനുസ്മൃതിയിൽ ആറാടി ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന സംഘപരിവാരത്തിന്റെ ബോധ മനസ്സാണെന്ന്, ഇവർ ദളിതയാണെന്ന്, ഇവൾ അസ്പൃശ്യയാണെന്ന്, ഇവൾ സ്ത്രീയാണെന്ന്, ഇവൾ വിധവയാണെന്ന്, ഇവർ പ്രിയപ്പെട്ടവരെ 4 ആള് കൂടെ നടത്ത് കാണാൻ കൊള്ളരുതാത്തവളാണ് എന്ന നിലയിലുള്ള സംഘപരിവാരത്തിന്റെ ബോധമാണ് പ്രിയപ്പെട്ടവരെ ഈ നാടിനെ നയിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഈ നാടിനെ ബോധ്യപ്പെടുത്തി ഈ രാജ്യം ഭരിക്കുന്നവർ. പ്രതികരിക്കാതെ ഈ നാടിന് പോകാനാകുമോ? ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം മതപരമായ ചടങ്ങായി മാറി. ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം പൊതു ചടങ്ങായി മാറി. ഇതാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം. ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം എന്ന് പറയുന്നത് പൊതു ചടങ്ങാണ്. മതനിരപേക്ഷ രാജ്യത്ത് മതനിരപേക്ഷമായ അടിമുടി ജനാധിപത്യപരമായി നടക്കേണ്ട ഒരു കാര്യം. ആ കാര്യത്ത് അരയിൽ തുണിയില്ലാത്ത ശൈവ സന്യാസിമാരുടെ ശയന പ്രദക്ഷിണം നടത്തി ഈ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്തത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് നൽകുക, ഈ ലോകത്തിന് നൽകുക? പ്രിയപ്പെട്ടവരവിടെ ഗണപതി ഹോമം നടന്നു. ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഗണപതി ഹോമം നടത്തിയത് ശരിയായില്ല എന്ന് ഈ നാടിന്റെ തെരുവിൽ ആരെങ്കിലും പറഞ്ഞോ? എന്തേ പറയാതിരിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ഈ കേരളം പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള ജാതി മേധാവിത്വത്തോട് പൊരുതിയ നാടാണ്. പൂണോലും കുടുമയും പൊട്ടിച്ചെറിഞ്ഞ് കാലിൽ ചെരുപ്പ് ധരിക്കാതെ സാധാരണക്കാരന്റെ ചേരികളിലേക്ക് നടന്നുപോയ സഖാവ് EMSന്റെയും VTയുടെയും MRPയുടെയും ICPയുടെയും മണ്ണാണ് കേരളം. ഈ കേരളത്തിന്റെ തെരുവിൽ പോലും ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഗണപതി ഹോമം നടത്തിയത് ശരിയായില്ല എന്ന് നമ്മുടെ ചായക്കടയിലോ 4 ആള് കൂടുന്നിടത്തോ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3 പതിറ്റാണ്ട് കാലമായി കേരളം, നവോത്ഥാന കേരളം തിരിഞ്ഞു നടക്കുന്നതിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൊടിയത്തൂരിലോ മലബാറിൽ എവിടെയെങ്കിലുമോ കഴിഞ്ഞ 30 കൊല്ലത്തിന് മുമ്പ് ഈ നാട്ടിൽ സാധാരണക്കാരനൊരു വീടുണ്ടാക്കി പാല് കാച്ചി കയറി താമസിക്കുമ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ പൂണോലിട്ട നമ്പൂതിരി ഒരു ഹോമം നടത്തിയതായി ഈ നാടിന് ഓർമ്മയുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. എന്തേ 30 കൊല്ലത്തിനിപ്പുറം വരാൻ? 30 കൊല്ലത്തിനിപ്പുറം ആഗോള ഉദാരവൽക്കരണ നയങ്ങളുടെ കുത്തിയൊഴുക്കിൽ നമ്മൾ അറിയാതെ സംഘപരിവാരത്തിന്റെ സവർണാധിപത്യത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടകങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അറിയാതെ കുടിയിരുത്തിയെന്ന് ഈ നാട് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ ഈ നാടിന് മുന്നോട്ട് പോകാനാവില്ല. മറ്റൊരു സംഭവം നിങ്ങൾ നോക്കൂ. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇവിടെ സൂചിപ്പിച്ചു. എല്ലാവർക്കും ക്ഷണം വന്നു. നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കിട്ടി. അരനിമിഷം ആലോചിച്ച് നിൽക്കാതെ സീതാറാം യെച്ചൂരി പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കില്ല. മറ്റു പലരും പല നിലപാടും സ്വീകരിച്ചു. അങ്ങനെ പറയാൻ എന്താണ് കാരണം?
നമുക്ക് ഏതെങ്കിലും അമ്പലങ്ങളോടോ ക്ഷേത്രങ്ങളോടോ പള്ളികളോടുള്ള വിരോധമാണോ? അല്ല. നമുക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. ഇങ്ങനെ പറയാൻ രണ്ട് കാരണമുണ്ട്. എന്താണ് ആ കാരണം? പ്രിയപ്പെട്ടവർ, ഇന്ത്യയിൽ പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, കയറി കിടക്കാൻ ഇടമില്ലാത്തവരുണ്ട്, ചേരികളിൽ താമസിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് സന്തോഷ സൂചികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന നാടാണ്. ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന നാടാണ് ഈ രാജ്യം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ ജനങ്ങളോട് നിരന്തരമായി പറഞ്ഞു പഠിപ്പിക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങളോട് പങ്കുവെക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള ജീവിത പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഈ രാജ്യത്ത് അമ്പലങ്ങളുടെ കുറവ് കൊണ്ടല്ല, പള്ളികളുടെ കുറവും കൊണ്ടുമല്ല. അത് സമ്പത്തിന്റെ സമമായ വിതരണമില്ലാത്തതാണ്. അതുകൊണ്ട് സമ്പത്തിന്റെ സമമായ വിതരണമുള്ള ഒരു സാമൂഹ്യ ക്രമം ഈ നാട്ടിൽ ഉണ്ടാക്കണം. അതിനുവേണ്ട പ്രവർത്തനമാണ് ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത്. അതിന്റെ പേരാണ് വർഗസമരം. ഇത് ഇവർക്ക് മനസ്സിലാവില്ല. അതാണ് ഒരു കാരണം. മറ്റേ കാരണം എന്താണ്? ഇത് വെറുതെ ഒരു അമ്പലം ഉണ്ടാക്കിയതല്ല. ഒരു നിലവിലുള്ള പള്ളി പൊളിച്ച സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിതത്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ധാർമ്മികമായി മതനിരപേക്ഷ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയും പാതകവുമാണ് എന്ന കൃത്യമായ തിരിച്ചറിവിൽ അരനിമിഷം ആലോചിക്കാതെ സീതാറാം യെച്ചൂരി പറഞ്ഞു, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. കോൺഗ്രസ് എത്ര ദിവസം കഴിഞ്ഞിട്ടാ പറഞ്ഞ്? മുസ്ലിം ലീഗിന്റെ നേതാവ് എന്താ പറഞ്ഞ്? ഞാനതൊന്നും വിശദീകരിച്ചു പോണില്ല. എന്താണ് കോൺഗ്രസിൽ തർക്കമുണ്ടായിരുന്നത്? കോൺഗ്രസിൽ ഒരു നേതാവ് പറഞ്ഞു, പുതിയ വിഗ്രഹം പറ്റില്ല, 48 വെച്ച വിഗ്രഹമാണ്, അതിനാണ് ശക്തി കൂടുക. അങ്ങോട്ട് പോകുമ്പോ കതർ ഉടുക്കണോ കാവ്യ ഉടുക്കണോ, ഇതാ തർക്കമുള്ളൂ. അവസാനം ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പറയാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ വലതുപക്ഷം മനസ്സിലാക്കിക്കോ, ഇതൊരു രാഷ്ട്രീയ കാര്യമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചുവെന്നും തിരിച്ചറിഞ്ഞപ്പോ അതിൽ നിന്ന് പിറകോട്ട് പോകാൻ കഴിവില്ലാതെ വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ലാന്ന്. അങ്ങനെ പറഞ്ഞിട്ടോ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ വരിവരിയായി നിരനിരയിട്ടോടെ പോയി. കർണാടകയിൽ 4000-ഓളം അമ്പലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പൂജ നടന്നു. ഹിമാചൽ പ്രദേശിൽ അവധി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാരും അവിടെ പോയി. സ്വർണത്തിന്റെ ഇഷ്ടിക കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. കേരളത്തിന് പൂജിച്ചുകൊണ്ടായിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ്. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞു മതനിരപേക്ഷതയാണ്, വിശ്വാസത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ഇത് ഹിന്ദുക്കളുടെ അഭിമാന കാര്യമാണ്. ആര്? ലീഗിന്റെ നേതാക്കന്മാർ ഉളുപ്പില്ലാതെ ഈ നാട്ടിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബാബറി മസ്ജിദിന്റെ വിഷയത്തിൽ, അവിടെ രാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയാത്തതിനുള്ള കാരണം ചരിത്രപരമാണ്. അവർക്കത് പറയാൻ കഴിയില്ല. എന്നു മുതൽ, വളരെ പണ്ട് കാലം മുതൽ ഒരു പ്രശ്നം നിലനിൽക്കും നമ്മുടെ നാട്ടില്. 1948 ഡിസംബർ മാസം 22-ാം തീയതി ആരും കാണാതെ നട്ടപ്പാതിരയ്ക്ക് ഒരു വിഗ്രഹം ഈ പള്ളിക്കകത്ത് കൊണ്ടുപോയി വെച്ചു. അന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് വയനാട് പ്രധാനമന്ത്രിയുടെ അടുത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്ന ദൂരമല്ല. പ്രിയപ്പെട്ടവരെ, അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിൽ ഒഴുക്കണം. ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാത്തൊരു പേരുണ്ട്. അന്ന് ഈ 48-ൽ ഫൈസാബാദ് DCC സെക്രട്ടറി ആയിരുന്ന അക്ഷയ് ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ അക്ഷയ് ബ്രഹ്മചാരി ഈ തർക്ക സ്ഥലത്ത്, ഈ പ്രശ്നമുള്ള സ്ഥലത്ത് ഒരു പന്തല് കെട്ടി നിരാഹാര സമരം ആരംഭിച്ചു. എന്തിനായിരുന്നു സമരം എന്നറിയോ? ജവഹർലാൽ നെഹ്റു പറയുന്ന ആശയത്തോട് പിൻപറ്റി ഈ വിഗ്രഹമെടുത്ത് സരയൂ നദിയിൽ ഒഴുക്കണം, ഇത് ഇന്ത്യയുടെ സംസ്കാരത്തിനെതിരാണ്, മതനിരപേക്ഷ സംസ്കാരത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിച്ച് സമരം നടത്തിയപ്പോ ആ ഫൈസാബാദിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഈ അക്ഷയ് ബ്രഹ്മചാരി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഉടുതുണി അഴിച്ച് അടിച്ചോടിക്ക് അതിന്റെ മുന്നിൽ നിന്നവർ ഉയർത്തിപ്പിടിച്ച പതാകയുടെ നിറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയായിരുന്നുവെന്ന് അവിടുത്തെ സവർണ കോൺഗ്രസ് നേതാക്കളും ജനസംഘത്തിന്റെ പ്രവർത്തകരുമാണ് ഈ കോൺഗ്രസിന്റെ നേതാവിനെ ആ തെരുവിൽ നാട്ടി ഓടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് ഈ നാടിന്റെ ചരിത്രമാണ്. അവിടെ നിങ്ങോട്ട് നോക്കൂ. നിങ്ങള് 1984-ൽ ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുമ്പോ ഈ രാജ്യം ഭരിച്ചത് ആരായിരുന്നു? അവിടെ വിശ്വാസികൾക്ക് അവിടെ കടന്നു ചെല്ലാൻ, പൂജ നടത്താൻ, ഹിന്ദു ആചാരപ്രകാരം അവിടെ കാര്യങ്ങൾ നടത്താൻ അവസരം കൊടുക്കുമ്പോ ഈ രാജ്യം ഭരിച്ചവരാരായിരുന്നു? 1992 ഡിസംബർ 6-ന് പട്ടാളത്തിന്റെ കാവലിൽ ഈ താഴികക്കുടങ്ങൾ തല്ലിയുടയ്ക്കുമ്പോ ബഹുഭാഷാ പണ്ഡിതനായ ഊമയായ ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചത് ഈ നാടിന് മറക്കാനാകുമോ? അന്നാരാണ് ഇവരെ പിന്തുണച്ചത്?
എല്ലാവരും കണക്കാണെന്ന് കണക്കൊപ്പിച്ച് ഈ നാട്ടിൽ പറഞ്ഞു പോകുന്ന നിഷ്പക്ഷരെന്ന് പറയുന്ന മനുഷ്യരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ നാടിന്റെ രാഷ്ട്രീയ തമനയിൽ വർഗീയതയുടെ വിഷം ഇങ്ങനെ കലർത്താൻ, ഈ നാടിന്റെ തെരുവുകളെ ചോരപ്പുഴയാക്കാൻ ലാൽ കൃഷ്ണ അദ്വാനിയുടെ രഥയാത്ര കടന്നു വന്നപ്പോ ഉത്തർപ്രദേശിലേക്ക് കടക്കാൻ അനുവദിക്കാത്തത് തടയാൻ അന്ന് ഈ രാജ്യം ഭരിച്ച VP സിംഗിന് ബ്ലാങ്ക് ചെക്ക് പോലെ പിന്തുണ നൽകിയ ഒരു പ്രസ്ഥാനമുണ്ട് ഈ രാജ്യത്ത്. ആ പ്രസ്ഥാനമാണ് CPIM എന്ന് ഈ നാട് മറന്നു പോകരുത്. ലീഗിനെ കണ്ടോ? കോൺഗ്രസിനെ കണ്ടോ? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇവിടെ കേസ് നടന്നു. വർഷങ്ങളോളം കേസ് കഴിഞ്ഞു. കോടതി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. ആ കേസ് നടത്തിയ ജഡ്ജിമാരൊക്കെ ഇപ്പൊ എവിടെ നിന്ന് ഞാനതിനെ കുറിച്ച് ഒന്നും കൂടെ വിശദീകരിക്കാൻ പോണില്ല. അങ്ങനെ കേസ് വന്നിട്ട് അവസാന ഒരു വിധി പ്രസ്താവം വന്നു. എന്തൊക്കെ പറഞ്ഞു? 48 ആരും കാണാതെ വിഗ്രഹം കൊണ്ടുപോയി വെച്ചത് തെറ്റ്, 84 തുറന്നു കൊടുത്തത് തെറ്റ്, അവിടെ വിഗ്രഹാരാധന ആരംഭിച്ചത് തെറ്റ്, ഡിസംബർ മാസം 6-ാം തീയതി 92 ഇതിന്റെ താഴികക്കുടങ്ങൾ തല്ലിയുടച്ചത് തെറ്റ് 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 എന്ന് ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠം പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇതൊക്കെ തെറ്റാണെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആ സ്ഥലത്തൊരു അമ്പലം പണിയാം പറഞ്ഞല്ലോ. ഇങ്ങനൊരു കേസ് വന്നപ്പോ ഇങ്ങനൊരു വിധിയല്ലാതെ മറ്റേതെങ്കിലും ഈ കോടതിയിൽ നിന്ന് കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചൊരു നേതാവ് ഈ നാട്ടിലുണ്ട്. ആ നേതാവിന്റെ രാഷ്ട്രീയത്തിന്റെ നിറം ഈ ചോര ചുവപ്പാണെന്ന് ഈ നാടിനറിയും. ഇവിടെ ആരെങ്കിലും നമ്മൾ കണ്ടോ? മറ്റാരെങ്കിലും നമ്മൾ കണ്ടോ? എന്നിട്ടും ഒരു പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന് അന്ന് ഒരു ചോദ്യം ഉയർന്നു. ഈ ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം ആരുടെ കൈവശത്തിലാണ്? ചോദ്യം വന്നപ്പോ പറഞ്ഞു അത് അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ്. ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ കുറച്ചപ്പുറത്തൊരു പള്ളി പണിയുള്ള സ്ഥലം തരാം. ഈ നാട്ടിൽ കാലാകാലങ്ങളായുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ പരിഹരിക്കപ്പെടട്ടെ എന്ന അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, വേദന ഉള്ളിലൊതുക്കി ഈ നാട്ടിലെ മുസ്ലിം മതവിശ്വാസികളായ മനുഷ്യർ ഈ നാട്ടിലെ തീവ്രവാദികളുടെ കെണിയിൽപ്പെടാതെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് ഈ രാജ്യത്ത് മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ചോരപ്പുഴയൊഴുകാതെ നിന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ ആരെങ്കിലും മറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മറ്റൊരു കാര്യത്തിൽ, ഒരു അമ്പലത്തിന്റെ കാര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ തെരുവുകൾ ഇങ്ങനെ കലുഷിതമാകാതെ സമാധാനപരമായി മുന്നോട്ട് പോകുമെന്ന് ഈ നാട്ടിൽ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇപ്പോൾ പൊളിക്കാനുള്ള പള്ളികളുടെ ലിസ്റ്റ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ രാജ്യത്ത് സംഘപരിവാരം പറയുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ, അധികാരം നിലനിർത്താൻ മതത്തെ ഉപയോഗിക്കുന്നവരായി ഈ രാജ്യം ഭരിക്കുന്നവർ മാറുമ്പോ അതിനെതിരായി നിലപാടുണ്ടാകണം. ഈ രാജ്യത്തെ തകർക്കുമ്പോ അതിനെതിരായ നിലപാടുണ്ടാകണം. നമ്മുടെ നാടിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും എല്ലാം വെല്ലുവിളിക്കുമ്പോ അതിനെതിരായ നിലപാടുകൾ ഈ നാടിന്റെ തെരുവിൽ ഉയരണം. അങ്ങനെ ഉയരണമെങ്കിൽ ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന് കരുത്തു വേണം. നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ. ഇതിനെല്ലാം ബദല് തീർത്ത് കേരളം നിൽക്കുകയാണ്.